മാന്യപ്രേക്ഷകരെ ഡിംബോ സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ 2025 തുടങ്ങി കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. കേരളം നടുക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി നടന്നൊരു സംഭവം, സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കൊന്നു. മയക്കുമരുന്ന് വാങ്ങാൻ കാശ് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ പേരിൽ മകൻ വെട്ടിക്കൊന്നു. പോരാത്തതിന് ഈ പയ്യൻ്റെ ഒരു നാട്ടുകാരൻ തന്നെ ഒരു ന്യൂസ് ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവൻ ഈ മരുന്നടി തുടങ്ങിയതിന് ശേഷം ആ അമ്മയ്ക്ക് ഇരിക്കപ്പുറത്ത് കൊടുക്കുന്നില്ല, നാട്ടിൽ വെറും കച്ചറയാണ്, നാട്ടുകാരെല്ലാം ഇടപെട്ടു, അങ്ങനെ എടുത്തിട്ട് അടിച്ചു, അതെല്ലാം ചെയ്തു, എന്തൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു രക്ഷയില്ലെന്നും. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മ ജോലി ചെയ്താണ് അവനെല്ലാം ചെയ്തു കൊടുക്കുന്നത്, വീട്ടു ജോലിക്ക് പോയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പുതിയ വണ്ടി വേണമെന്ന് പറയുമ്പോൾ വണ്ടി, തുണിക്ക് തുണി, ഒന്നിനൊരു കുറവില്ലാതെ വളർത്തിയൊരു അമ്മയാണ്. ഇതുപോലുള്ള അമ്മമാരെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പം ഇവൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതെ, പോലീസ് പിടിച്ച് വണ്ടിയിലിരുത്തി ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടും ഒരു കൂസലുമില്ലാതെ ആ വണ്ടിയിൽ കയറിയിരുന്നു. ഇതവൻ തന്നെയാണ് ചെയ്തതെന്നുള്ള പൂർണ്ണ ബോധത്തോടെ ന്യൂസുകാരെ നോക്കി ഫ്ലൈയിങ് കിസ് കാണിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ സൈക്കോ അല്ല, ഇതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. ഇതുപോലെ കുറേ തലതെറിച്ചവന്മാർ ഈ നൂറ്റാണ്ടിലുണ്ട്. ഈ നൂറ്റാണ്ടിലല്ല, പല നൂറ്റാണ്ടിലും ഇതുപോലത്തെ ഉള്ളവന്മാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഇവരെ പിടിച്ച് തടങ്കലിലിടുക, ഒന്നി കൊന്നുകളയുക, അല്ല തന്നെ ഇവരെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുക, മാക്സിമം കണ്ടാമിനേറ്റ് ചെയ്യുക. നമ്മളെ മെത്രയൻ ചേട്ടൻ പറയുന്ന പോലെ കണ്ടാമിനേറ്റ് ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റും ഇങ്ങനെയുള്ള ആൾക്കാരെ. അവരിൽ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെന്ന് പെരുമാറുക. കാര്യം ഇവനൊക്കെ എപ്പോൾ വേണോ എന്ത് വേണോ ചെയ്യാം, അങ്ങനത്തെ സ്വഭാവത്തിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ MDMA എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ MDMA കുംഡിഎമ്മയും എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ദയവ് ചെയ്ത് ആരും തുടരുത്. കാര്യം ഒരു കുടുംബം വരെ നശിപ്പിച്ച് കളയുന്ന ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. പോരാത്തതിന് കൂടുതലും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്, മിഡിൽ ക്ലാസ്സിലും ബിലോ ആയിട്ടുള്ള വീട്ടിലെ പിള്ളേരൊക്കെയാണ് ഇതിന് അടിമയായിട്ട് വരുന്നത്. കാര്യം ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുന്നത്, ഇതിനിപ്പോൾ മാർക്കറ്റിൽ സുലഭമാണെങ്കിൽ പോലും പെർ ഗ്രാമിന് എത്രയോ 2000 3000 ഒക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ അത്രയും തുകയൊക്കെ ഒരു ദിവസം ഒരു വീട്ടുകാർ ചിലവിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ദയവ് ചെയ്ത് ഈ MDMA എന്ന് പറഞ്ഞ സാധനം ഇവിടുത്തെ യൂത്തിൻ്റെ അടുത്ത് എനിക്ക് തരാനുള്ളൊരു മെസ്സേജാണ്, നിങ്ങൾ വെള്ളം അടിച്ചോളി, അതും ബാറിൽ പോയി മര്യാദയ്ക്ക് ഇരുന്ന് അടിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് കിടക്കുക, അല്ലാതെ വെള്ളം അടിച്ചുകൊണ്ട് അലിമുണ്ടാക്കുകയല്ലേ ചെയ്യേണ്ട. സിഗരറ്റ് വലിച്ചോളി, കുഴപ്പമില്ല. ഈ പറഞ്ഞ MDMA ഇതൊന്നും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. സ്വന്തം അനുഭവമുള്ള ജീവിതാനുഭവം വളരെയധികം ഉള്ളതുകൊണ്ട് പറഞ്ഞു തരണേന്, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരണേന്. ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്കൊരു കംബാക്ക് ഇല്ല. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരണേന്. അപ്പോൾ ഇമാതിരി മുതലായ ഡ്രഗ്സൊക്കെ മാക്സിമം ഇവിടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ കുറയും. പിന്നെ ഇങ്ങനത്തെ സ്വഭാവത്തിൽ പിടിച്ചവന്മാരെ നമുക്ക് തൂക്കിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ ഒന്നും പറ്റത്തില്ല. ഇവരെ മാക്സിമം കണ്ടാമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇവരെ കണ്ടാമിനേറ്റ് ചെയ്ത് നിർത്തുക. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇവരെ നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടാൻ സമ്മതിക്കാതെ ഇവരെ ഒന്ന് കണ്ടാമിനേറ്റ് ചെയ്ത് നിർത്താൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ തലമുറ അങ്ങനെ ആയിപ്പോയി, അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പം 2025 തുടക്കം തന്നെ ഇങ്ങനെ ഒരു ദാരുണ ന്യൂസാണ് സത്യം പറഞ്ഞാൽ കേൾക്കേണ്ടി വന്നത്. വളരെ സങ്കടമുണ്ട്. കാര്യം ഇനി അങ്ങോട്ട് ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും, ഈ ലോകത്തിൻ്റെത് വിട്ടേരെ, നമ്മളെ കേരളത്തിൻ്റെ ഒരു പൈതൃകമൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണിത്. ഈ കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയാനകമാണ്. കാര്യം പെൺമക്കളൊക്കെ ഉള്ള വീട്ടിലും, പെൺമക്കൾ മാത്രമല്ല ആൺമക്കൾക്കും ഇതിൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ള വീട്ടിലെ മാതാപിതാക്കളൊക്കെ വളരെ ഭയന്നാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവീഴ്ച നൽകാൻ നിങ്ങൾ തന്നെ മുൻഗണന എടുക്കണം. ഇവിടുത്തെ യൂത്തും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ മുൻഗണന എടുത്ത് ഫ്രണ്ടിലോട്ട് വരണമെന്ന് എനിക്ക് അപേക്ഷിക്കാൻ പറ്റൂ. നിങ്ങളടുത്തൊരു അപേക്ഷയാണ്, നിങ്ങൾ തന്നെ ഇതിന് മുൻഗണന എടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. അല്ല, ഇതിന് വേറെ വഴിയില്ല. ദർ ഇസ് നോ എസ്കേപ്പ് ഫ്രം ദിസ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയണ പോലെയാണ്. ഇതൊരു വല്ലാത്തരം
ഒരു ഡ്രഗ് ഹാലൂസിനേറ്റഡ് വെർച്വൽ വേൾഡിൽ നമ്മളെ കൊണ്ടുപോകും. പിന്നെ അതിൽ നമുക്കൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. തിരിച്ച് വരണത് ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് നശിച്ച് അവസാനം ആയിരിക്കും നമുക്ക് ബോധോദയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദയവേത് നിങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പോഴത്തെ ലോകമെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ചിട്ടൊരു കാര്യമില്ല. 50, 60, 70 വയസ്സ് വരെയൊക്കെ ജീവിക്കേണ്ട ആൾക്കാർ അത്രയും കാലം ജീവിച്ച് തന്നെ അത് തീർക്കണം. എങ്കിലേ അതിൻ്റെ ജീവിതത്തിൽ ഒരു രസമുള്ളൂ. അല്ല ഒറ്റ ഡേ കൊണ്ട് നമ്മൾ ജീവിച്ച് തീർത്തിട്ട് നമുക്ക് യാതൊന്നും നേടാൻ പോകില്ല. ഈ വർഷത്തിൻ്റെ തുടക്കം ഇങ്ങനെ ആയിപ്പോയി. ഇനി ഇങ്ങനെയുള്ള ന്യൂസൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാൻ പറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ഡിംബൂസ് ടോക്സ്. ബൈ.